എല്ലാവർക്കും നമസ്കാരം. പണ്ട് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, വടക്കൻ കേരളം സാമ്പത്തികമായിട്ട് പുരോഗമിക്കുമ്പോൾ തെക്കൻ കേരളം അല്ലെങ്കിൽ മധ്യ കേരളം ഒക്കെ എടുക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് തളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോയുടെ ഒരു തുടർച്ചയാണത്. കേരളം ഒന്നേ ഉള്ളൂ, പക്ഷേ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. വടക്കൻ കേരളത്തിൽ മലപ്പുറം പോലെയുള്ള ജില്ലകളൊക്കെ പ്രത്യേകിച്ചും അവിടെയൊക്കെ ഗൾഫിൽ മലയാളികൾ പോയി പണിയെടുക്കുന്നത് കാര്യമായിട്ടൊന്നും കുറഞ്ഞിട്ടില്ല. അവർ നല്ല രീതിയിൽ NRI റെമിറ്റൻസ് അങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ സാമ്പത്തികമായ വലിയ പ്രശ്നങ്ങളില്ലാത്തത്. ഗൾഫിൻ്റെ ആ ഒരു പച്ചപ്പ് ഇപ്പോഴും അവിടെയുണ്ട്. അവർ നാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഗൾഫിൽ തന്നെയാണെങ്കിലും സാധാരണ ജോലികൾ തുടങ്ങി, എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് അല്ലെങ്കിൽ ഒരു ചെറിയ ഷോപ്പ് തുടങ്ങി, ഒരു കട തുടങ്ങി, അങ്ങനെ ഒരു ജോലി എന്നതിനേക്കാളും ഒരു സംരംഭകനാവുക എന്നുള്ളൊരു മനോഭാവം അവിടെയൊക്കെ ഉണ്ട്. നേരെ മറിച്ച് കേരളത്തിലെ മറ്റ് ജില്ലകൾ എടുക്കുകയാണെങ്കിൽ ഗൾഫിലേക്ക് മലയാളികൾ പോകുന്നത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പോകുന്നവരൊക്കെ, പ്രത്യേകിച്ച് യുവജനങ്ങൾ, യൂറോപ്പിലേക്കും അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുമൊക്കെയാണ് പൊതുവെ പോകുന്നത്. അവിടുത്തെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പൗരത്വം നേടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ പോകുന്നത്. അവിടെ ജീവിക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് അവിടെ സമ്പാദിക്കുന്ന പണമൊക്കെ അവിടെ തന്നെ ചിലവഴിക്കപ്പെടും. നാട്ടിലേക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ അവർ കൊണ്ടുവരില്ല. തന്നെയുമല്ല, മിക്കവരും സ്റ്റുഡൻറ് വിസയിലൊക്കെ ആയിരിക്കും പോവുക. വലിയ വായ്പകളും ലോണുകളും ഒക്കെ നാട്ടിൽ നിന്ന് എടുത്തിട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ സാമ്പത്തിക ഭദ്രത ഓരോ കുടുംബത്തിൻ്റെയും കാര്യമായിട്ട് ഒരു പ്രതിസന്ധിയിലാക്കിയിട്ടും കൂടിയായിരിക്കും ഇവരിങ്ങനെ പോകുന്നത്. യുവജനങ്ങൾ മുഴുവൻ നാട് വിടുമ്പോൾ ഇവിടെ പണി ചെയ്യാൻ ആരും ഇല്ലാത്ത അവസ്ഥ വരുന്നു. ആ സ്ഥാനത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യുന്നു. ഇവിടെ ഉള്ള പണവും കൂടി അവരുടെ സ്റ്റേറ്റുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ഒരു പ്രവണത ഏറ്റവും കൂടുതൽ കുറവ് കാണുന്നത് വടക്കൻ കേരളത്തിലും ഏറ്റവും കൂടുതൽ കാണുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളിലുമാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഏതാണ് നല്ലതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി നോക്കുമ്പോൾ ഗൾഫിലേക്ക് പോകുന്നത് ഇനി ഒരു നല്ല ഓപ്ഷനാണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടതുണ്ട്. യൂറോപ്പിലേക്ക് പോയാലും ഗൾഫിലേക്ക് പോയാലും നിങ്ങളൊരു NRI സ്റ്റാറ്റസിൽ നിൽക്കുന്നിടത്തോളം കാലം ആദ്യം ചെയ്തിരിക്കേണ്ട കാര്യം, നിങ്ങളുടെ അഭാവത്തിലും നിങ്ങളുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഗുരുതരമായ അപകടങ്ങളോ അസുഖങ്ങളോ ഒക്കെ സംഭവിച്ചാലും സാമ്പത്തികമായി എങ്കിലും പ്രതിസന്ധികളൊന്നും ഉണ്ടാകാതിരിക്കുവാൻ ഒരു നല്ല ടേം ഇൻഷുറൻസ് എടുത്തിരിക്കുക എന്നുള്ളതാണ്. കാരണം അടിസ്ഥാനപരമായി സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയാണ് നിങ്ങളൊരു NRI ആകുന്നത്, അല്ലേ? എന്നിട്ടും ഈ കാര്യം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഉണ്ടാക്കിയ പണം അത്രയും ആശുപത്രികളിൽ കൊടുത്തോ, വീടിൻ്റെയും കാറിൻ്റെയും ഒക്കെ ലോണുകൾ അടച്ചു തീർത്തോ, മരുഭൂമിയിൽ ചോര നീരാക്കിയതും അത്ര നാളും കഷ്ടപ്പെട്ടതും ഒക്കെ വെറുതെയായി കറിവേപ്പില പോലെ വലിച്ചെറിയപ്പെട്ട് വെറും കൈയോടെ മരിക്കേണ്ടി വന്ന അനേകായിരം പ്രവാസികളിൽ ഒരാളായി നിങ്ങളും മാറിയേക്കാം. അറിയുക, NRIകളായിട്ടുള്ളവർ ഇന്ത്യയിൽ നിന്നും ടേം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ 30% മുതൽ 50% വരെയാണ് പ്രീമിയം തുകയിൽ കുറവ് വരുന്നത്. മാത്രമല്ല, NRI അക്കൗണ്ടിൽ നിന്നാണ് നിങ്ങൾ ടേം പ്ലാൻ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 18% GST അടയ്ക്കേണ്ട. നിങ്ങൾക്ക് അവിടെ GST വേവർ ഓപ്ഷൻ പ്രയോജനപ്പെടുത്താം. വെറും 820 രൂപയൊക്കെ മാസം പ്രീമിയം അടച്ചാൽ 2 കോടിയുടെ വരെ കവറേജ് ലഭിക്കുന്ന NRI ടേം പ്ലാനുകൾ ഓൺലൈനായി ഇപ്പോൾ ലഭ്യമാണ്. വർഷത്തിലൊരിക്കലോ മാസാമാസമോ നിങ്ങൾക്ക് പ്രീമിയം അടയ്ക്കാം. വർഷത്തിലൊരിക്കലാണ് നിങ്ങൾ പേ ചെയ്യുന്നതെങ്കിൽ 5% ഡിസ്കൗണ്ട് കൂടി ലഭിക്കും. അതായത് 23% വരെ ഡിസ്കൗണ്ടിൽ ടേം ഇൻഷുറൻസ് പ്ലാനുകൾ ഓൺലൈനായി ഇപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങൾ ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കണമെന്നൊക്കെ സ്വയം തീരുമാനിക്കാം. ഓരോ കമ്പനിയുടെയും പ്രീമിയം, കവറേജ് ഇതൊക്കെ നോക്കി 51ഓളം കമ്പനികളെ താരതമ്യം ചെയ്ത് അതിൽ ഇഷ്ടമുള്ള കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും നൽകിയിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടേം ഇൻഷുറൻസ് വളരെ എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാം. ഇനി ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞിട്ടും ഭാഗ്യവശാൽ നിങ്ങൾക്ക് അതുവരെ അപകടങ്ങളോ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അടച്ച പണം അതുപോലെ തന്നെ തിരിച്ചു കിട്ടുന്ന പദ്ധതികളും കാണാം. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. വടക്കൻ കേരളവും തെക്കൻ കേരളത്തിന്റെ അതേ അവസ്ഥയിലേക്ക് തന്നെ, സാമ്പത്തിക അവസ്ഥയിലേക്ക് തന്നെ നീങ്ങുമെന്നുള്ളതാണ് ഇനി കാണാൻ പോകുന്നത്. അതിന്റെ കാരണം എന്താണ്? ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ലക്ഷക്കണക്കിന് മലയാളികൾ പ്രവാസികളായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 10-40 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ഗൾഫ് ബൂമിന്റെ അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. അന്നേ മുതൽ മലയാളികൾ ഗൾഫിൽ പോയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അതിന് മറ്റു പല കാരണങ്ങളുമുണ്ട്. അന്ന് ഗൾഫിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കഷ്ടപ്പാടുകളും മറ്റുമൊന്നും വലിയ പ്രശ്നമുള്ളതല്ല. കാരണം നാട്ടിൽ നിന്നാലും അവർ പട്ടിണിയാണ്. അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന, അല്ലെങ്കിൽ കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും,
എന്തെങ്കിലും ഒരു പുരോഗതി വേണ്ടേ എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ് പണ്ട് മലയാളികൾ ഗൾഫിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ അതല്ല. ഇന്ന് ഗൾഫിൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുക, കോംപ്രമൈസ് ചെയ്യുക എന്ന് തന്നെയാണ്. കേരളം ഒരുപാട് മാറിയിട്ടുണ്ട്. ഏതൊരു സാധാരണക്കാരനും, കേരളത്തിലെ ഏറ്റവും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് പോലും മാസത്തിൽ ഒരിക്കൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോകാനോ അല്ലെങ്കിൽ ഒരു ലോക്കൽ ട്രിപ്പ് ചെയ്യാനോ ഒക്കെ അവരുടെ കയ്യിൽ പണമുണ്ട്. അങ്ങനെ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരത് വേണ്ട, അല്ലെങ്കിൽ അവർക്ക് അതിനോട് താല്പര്യമില്ല. യാത്ര ചെയ്ത് ബുദ്ധിമുട്ടാനോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്നും താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. പറഞ്ഞു വന്നത്, വേണമെന്ന് വെച്ചാൽ കേരളത്തിൽ ഏതൊരാൾക്കും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ജീവിക്കാൻ ഇന്ന് സാധിക്കുന്നുണ്ട്. പണ്ട് അങ്ങനെയല്ല, പട്ടിണി തന്നെയായിരുന്നു പലയിടത്തും. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഇനിയും മലയാളികൾ ഗൾഫിലേക്ക് പോകുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യമാണ്. ഈ വീഡിയോ കണ്ട് ഒരു പകുതിയൊക്കെ ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് തോന്നാൻ പോകുന്ന ഒരു കാര്യം, യൂറോപ്പിലേക്കും ഇനി യൂറോപ്പിന് പുറത്ത് കാനഡയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ന്യൂസിലൻഡിലാണെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന മലയാളികളാണ്, അവർ ചെയ്യുന്നതാണ് ശരി, അവരെ പ്രകീർത്തിക്കുകയാണ്. നേരെ മറിച്ച് ഗൾഫിലേക്ക് പോകുന്നവരൊക്കെ മോശക്കാരാണെന്നോ അല്ലെങ്കിൽ അവർ കാണിക്കുന്നത് മണ്ടത്തരമാണെന്നോ ഒക്കെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ വീഡിയോ മുഴുവനായിട്ട് കാണുക. യൂറോപ്പിലേക്ക് പോകുന്നതിൻ്റെയും അധികമാരും കാണാത്ത ചില വശങ്ങളും കൂടെ മനസ്സിലാക്കിയാലേ ഈ വീഡിയോയുടെ ഉദ്ദേശം പൂർത്തിയാവുകയുള്ളൂ. ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ പോകാനിരിക്കുന്നവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക, ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സമയം തന്നെയാണ്. അതിലുപരി നമ്മൾ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയുടെ ഒപ്പം നമുക്ക് സമയം ചെലവഴിക്കാൻ, അവർക്കൊപ്പം ജീവിക്കാൻ സാധിക്കണം. അതിലുപരിയായിട്ട് നമ്മുടെ ആരോഗ്യം. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഇന്ന് ഈ ദിവസം നിങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആരോഗ്യം ശരിയാക്കുക. വേറെ ഒരു കാര്യവും നിങ്ങൾക്ക് പിന്നെ പ്രാധാന്യമുള്ളതല്ല. അതുപോലെ മറ്റൊന്നാണ് സമാധാനം. അന്തസ്സോടെ ജോലി ചെയ്യാൻ സാധിക്കുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതെല്ലാം കോംപ്രമൈസ് ചെയ്തും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടും കൂടെയാണ് ഭൂരിഭാഗം മലയാളികളും ഗൾഫിൽ നിൽക്കുന്നത്. ശരിയാണോ? ഇങ്ങനെയുള്ള ഒരു ജീവിതമാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്? കാരണം കേരളത്തിലെ അവസ്ഥകൾ ഒരുപാട് മാറി. പണ്ടത്തെ കേരളമല്ല ഇപ്പോഴുള്ളത്. ഒരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ അടുത്ത് ഒരു കമ്പനിയിൽ പണ്ട് അവിടെ ജോലി ചെയ്തിരുന്നവർക്കൊക്കെ വലിയ സാലറിയും ഇല്ലാത്ത ആനുകൂല്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്നത്തെ കാലത്ത് പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിനൊക്കെ ശമ്പളം മേടിച്ചിരുന്നവർ പോലും അവർക്ക് അനുവദിച്ചിട്ടുള്ള ചില ക്വാർട്ടേഴ്സുകളുണ്ട്. അവിടുത്തെ പരിമിതമായ സൗകര്യങ്ങളിലൊക്കെ ഒതുങ്ങിക്കൂടിയാണ് അവരുടെ ജീവിതകാലം മുഴുവൻ അവർ ജീവിക്കുക. എന്നിട്ട് കമ്പനിയിൽ നിന്ന് റിട്ടയർഡൊക്കെ ആയതിനു ശേഷം അത്ര നാൾ സമ്പാദിച്ചത് കൊണ്ട് നാട്ടിൽ പോയിട്ട് അവരൊരു വലിയ മാളിക തന്നെ പണിയും. പക്ഷേ വാർദ്ധക്യകാലത്ത് ഇവർക്ക് ഇതൊക്കെ കിട്ടിയിട്ട് എന്താണ് കാര്യം? അവരുടെ കുട്ടികൾ പഠിച്ചത് ഇവിടെയാണ്, അവരുടെ സുഹൃത്തുക്കൾ ഇവിടെയാണ്, അവർക്ക് പരിചയമുള്ള ആളുകൾ ഇവിടെയാണ്. കാരണം ഒരു 25 അല്ലെങ്കിൽ 30 വയസ്സാകുമ്പോൾ ഒരാൾ ഇവിടെ വന്നെങ്കിൽ പിന്നീട് അയാൾ ഒരു കുടുംബജീവിതം തുടങ്ങുന്നതും മക്കളുണ്ടാകുന്നതും അവർ പഠിച്ച് വലുതാകുന്നതും ഒക്കെ ഇവിടെയാണ്. പക്ഷേ റിട്ടയർഡ് ആയി കഴിയുമ്പോൾ അവർ ഈ സമ്പാദ്യം മുഴുവൻ കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ അത്ര നാൾ സമ്പാദിച്ച് മുഴുവൻ കൊണ്ടുപോയിട്ട് അവരുടെ നാട്ടിൽ, അതായത് അവർ ഏറ്റവും കുറച്ച് സമയം ചെലവഴിച്ച് നാട്ടിൽ പോയിട്ട് വീട് പണിത് പിന്നെ നാട്ടുകാരെന്ന് പറയാമെന്നേ ഉള്ളൂ, അവരുമായിട്ട് വീണ്ടും കണക്ഷൻസ് ഉണ്ടാക്കണം. നേരെ മറിച്ച് ഇവർക്ക് പരിചയമുള്ളവരൊക്കെ ഇവിടെയാണ്. എന്നാലോ ക്വാർട്ടേഴ്സിൻ്റെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്താൻ മനസ്സില്ലാത്തത് കൊണ്ട് അവരിവിടെ ജീവിക്കുമ്പോൾ തന്നെ വേറൊരു വീടെടുത്ത് മാറിയേക്കാം അല്ലെങ്കിൽ വീട് പണിത് തുടങ്ങിയേക്കാം എന്നൊന്നും അവർ ചിന്തിക്കില്ല. ഈ പറഞ്ഞത് സമയം തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം സമയമാണ് എന്ന് മനസ്സിലാക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇതേ കാര്യമാണ് ഗൾഫിലുള്ള ആളുകളുടെയും. അത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണമായിട്ട് ഇത് പറഞ്ഞതാണ്. ഇയ്യോബിൻ്റെ പുസ്തകം എന്ന് പറയുന്ന ഒരു സിനിമയിലെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, മനുഷ്യൻ എന്തുകൊണ്ട് കുടിയേറുന്നു? കാരണം ജീവിതം മറ്റൊരിടത്താണ്. ഗൾഫിൽ നിങ്ങൾ പണിയെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാട്ടിലേക്ക് പണം അയക്കാൻ മാത്രമുള്ള ഒരു യന്ത്രമായിട്ട് നിങ്ങൾ മാറുന്നുണ്ട്. ഈ കാര്യം പറഞ്ഞ് ഒത്തിരി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് അതൊന്നും ആവർത്തിക്കുന്നില്ല. നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയിട്ട് അത്തരം വീഡിയോകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. കറിവേപ്പില പോലെ വലിച്ചെറിയപ്പെടുന്ന പ്രവാസികൾ, ഇങ്ങനെ തുടങ്ങി ഒത്തിരി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഗൾഫിൽ നിന്നാൽ പണം സേവ് ചെയ്യാൻ സാധിക്കും, യൂറോപ്പിൽ പോയാൽ അത് ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ ഗൾഫിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പണം സേവ് ചെയ്യാൻ സാധിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടാണ്. നിങ്ങൾ അവിടുത്തെ അല്ലെങ്കിൽ 5 പേരോ 4 പേരോ ഒക്കെ ഒരുമിച്ച് ഒരു മുറിയിൽ താമസിക്കുന്നു. അതായത് ഭേദപ്പെട്ട അവസ്ഥയാണ് പറഞ്ഞത്. ഭൂരിഭാഗം ആളുകളും വലിയ വരുമാനമൊന്നും കിട്ടുന്ന ജോലികളല്ല ഗൾഫിൽ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. വളരെ കുറച്ച് പേര് നല്ല ഹൈ പ്രൊഫൈലിൽ ഒരുപാട് സാലറി ഒക്കെ മേടിച്ച് ജീവിക്കുന്നവരുണ്ടാകും. അവരുടെ ഒന്നും കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം പണമുള്ളവർ, അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത് ഈ ഡെറ്റോൾ പോലെയാണെന്ന് പറയാറുണ്ടല്ലോ, അത് 99.9% പ്രശ്നങ്ങളെയും പരിഹരിക്കും.
പക്ഷേ ഭൂരിഭാഗവും മെജോറിറ്റി എന്ന് പറയുന്നത് സാധാരണക്കാരാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ വിശദമാക്കി പറയുന്നത്. നിങ്ങളവിടെ നല്ലൊരു റെന്റ് കൊടുത്ത് നല്ലൊരു മുറിയിൽ അല്ലെങ്കിൽ നല്ലൊരു വീട്ടിലാണ്, ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ, നല്ല ഭക്ഷണമാണ് നിങ്ങൾ എപ്പോഴും കഴിക്കുന്നതെങ്കിൽ, ഉല്ലാസങ്ങൾക്കൊക്കെ സമയം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സേവിങ്സ് ഉണ്ടാകുമോ? ഒന്നും വേണ്ട. ചില ആളുകൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് ഫാമിലിയും കൂടെ കൊണ്ടുവന്ന് നിർത്തും. നിങ്ങളൊരു ചെറിയ വീടായിരിക്കും എടുക്കുക, അല്ലാതെ ലാവിഷായിട്ട് ജീവിക്കില്ല. എന്നിട്ട് പോലും ഫാമിലിയും കൂടെ കൊണ്ട് നിർത്തിയാൽ നിങ്ങൾക്ക് പിന്നെ കാര്യമായിട്ട് മിച്ചം പിടിക്കാനൊന്നും ഉണ്ടാകില്ല. ശരിയാണല്ലോ? ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു ഉദാഹരണം പറയാം. ഇതാരെയും മോശക്കാരാക്കാനായിട്ട് പറയുന്നതല്ല. നമ്മുടെ നാട്ടിൽ വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ, അവർക്ക് നല്ല രീതിയിൽ സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം അവരിവിടെ ജീവിക്കുന്നത് ഏറ്റവും കുറഞ്ഞ സൗകര്യങ്ങളിലാണ്. ഒരുപാട് വിശദമാക്കണ്ടല്ലോ. അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കെട്ടിടത്തിൽ പോയിട്ട് ഒന്ന് പോയി നോക്കുക അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത്. നമുക്ക് സഹിക്കില്ല. ഇനി ചിലർ അവരുടെ ഫാമിലിയും കൂടെ കൊണ്ടുവരും, എന്നിട്ടൊരു വീടൊക്കെ എടുക്കും. പോയി നോക്കുക, വളരെ ചെറിയ വീടുകളായിരിക്കും. മാസം കൂടിപ്പോയാൽ 5000 രൂപയൊക്കെ കൊടുത്തുകൊണ്ടൊക്കെ ആയിരിക്കും അവർ ഇങ്ങനെ താമസിക്കുന്നത്. അവിടെയും അവർ വളരെ പരിമിതമായിട്ടാണ് ജീവിക്കുന്നത്. കേരളത്തിൽ ഒരു മലയാളി ജീവിക്കുന്നത് പോലെയാണോ? ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരൻ പോലും ജീവിക്കുന്നത് ഏകദേശം എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇനി വീടും കാര്യങ്ങളും ഒക്കെ ചെറുതാണെങ്കിലും നമുക്ക് അത്യാവശ്യം വിനോദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ നല്ല ലാവിഷായിട്ട് ജീവിക്കുന്നവർ തന്നെയാണ് മലയാളികൾ. അത് നല്ലൊരു കാര്യവുമാണ്. കാര്യം ഒരു ധൂർത്തും അല്ലെങ്കിൽ സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മ എന്നൊക്കെ പറഞ്ഞാൽ പോലും അതിനൊക്കെ ഒരുപാട് നല്ല വശങ്ങളുമുണ്ട്. അങ്ങനെ വേണം ജീവിക്കാൻ. എന്തും ഒരു ലിമിറ്റിൽ നിർത്തണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേ കാര്യമാണ് ഒരു ഇത്തിരി വ്യത്യാസത്തോടെ ഗൾഫിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് ജീവിതം ഹോമിച്ചുകൊണ്ടാണ് നമ്മൾ സേവിങ്സ് ഉണ്ടാക്കുന്നത്. ഈ സേവിങ്സ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ നല്ല പ്രായത്തിലുള്ള സമയവും അല്ലെങ്കിൽ നല്ല നിമിഷങ്ങളും, ഇപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കുന്നു, നിങ്ങളുടെ യൗവനത്തിലുള്ള നിങ്ങൾ ഭാര്യയും ഭർത്താവും, അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ വളർന്ന് ഒരു 10 വയസ്സ് വരെ ആകുന്ന സമയം. ഈ സമയമൊക്കെയാണ് നമ്മൾ ഏറ്റവും അധികം ഒരു തരത്തിൽ ആഘോഷിക്കേണ്ടത്. അപ്പോഴൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്, കഷ്ടപ്പെടുകയാണ്. മിക്കവരും വർഷം മുഴുവൻ ഗൾഫിൽ തന്നെ നിൽക്കുന്നു, പണം അയച്ചുകൊണ്ടേ ഇരിക്കുന്നു, നാട്ടിലുള്ളവർ സുഖമായിട്ട് ജീവിക്കുന്നു. 1 മാസമോ 2 മാസമോ ലീവിന് വരുന്നു. എന്നിട്ട് ഈ ലീവിന് വന്നിട്ടോ ഉള്ള വീട്ടുകാരെയും സ്വന്തക്കാരെയും എല്ലാം ഇങ്ങനെ കയറി കാണണം. ഗൾഫിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും കണ്ടിട്ടേ പോകാവുള്ളൂ. പക്ഷെ നാട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആരെങ്കിലും ഞാൻ ഇന്നയാളെ കണ്ടില്ലെന്നും പറഞ്ഞ് എല്ലാ മാസവും കയറി ചെല്ലാറുണ്ടോ എങ്ങോട്ടെങ്കിലും? ഈ ഗൾഫിൽ നിന്ന് വരുന്നവർക്ക് എന്താ പ്രത്യേകത? അവർക്കാണ് സമയം ഇല്ലാത്തത്. ആകെ ഒരു 2 മാസമേ ഉള്ളൂ. ആ സമയം അവനവൻ്റെ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഒന്നിരുന്ന് TV കാണാൻ പോലും സമ്മതിക്കാതെ ഇവരെ ഇങ്ങനെ ഓട്ടപ്പാച്ചിലിൽ. ഇതൊക്കെ ഒന്നിരുന്ന് മനസ്സിലാക്കിയിട്ട് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ നാട്ടു നടപ്പിന് പുറമെ അല്ലെങ്കിൽ നാട് ഓടുമ്പോൾ നടുവേ ഓടുന്നവരാണ് മലയാളികൾ. ഒഴുക്കിനെതിരെ നീന്താത്തതാണ് നമ്മുടെ പ്രശ്നം. ഗൾഫിലൊക്കെയുള്ള എൻ്റെ ചില കൂട്ടുകാർ ഇങ്ങനെ നാട്ടിലെ കാര്യങ്ങൾ, അങ്ങനെ ഒരു സംഭവം നടന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ഇരിക്കാറുണ്ട്. കാരണം നാട്ടിലെ കാര്യങ്ങൾ അത്രയും ശ്രദ്ധിച്ചുകൊണ്ടാണ് അവരിയ്ക്കുന്നത്. എന്നാൽ നാട്ടിലുള്ളവർ അത് അത്രയൊന്നും ശ്രദ്ധിക്കുന്നുമില്ല. അപ്പോൾ ഇനിയാണ് നമ്മുടെ പ്രധാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നത്. ഇതിനൊക്കെയുള്ളൊരു പരിഹാരം, നിങ്ങൾ പ്രവാസി ആകുന്നെങ്കിൽ അതെവിടെയാവുക? ഗൾഫിന് പുറത്താവുക. അതായത് യൂറോപ്പിലേക്കൊക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പ്രവാസിയായിട്ട് നിങ്ങൾ കുറച്ച് നാളേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു NRI സ്റ്റാറ്റസ് കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് നാളെ ഉണ്ടാവുകയുള്ളൂ. അവിടെ പൗരത്വം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രവാസിയോ NRI ഒന്നും അല്ല, അവിടുത്തെ പൗരനാണ്. എന്നിരുന്നാലും പുറത്തേക്ക് പോകുന്നെങ്കിൽ ഗൾഫിലേക്ക് ഇനി പോകരുത്. നേരെ മറിച്ച് ഈ പറയുന്ന യൂറോപ്പിലെ രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള രാജ്യങ്ങളിലേക്കോ ഒക്കെ പോവുക. ഇതിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട അല്ലെങ്കിൽ പ്രേരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, ഇതായിരിക്കും മാറ്റം, ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ചിലർക്കെങ്കിലും ഒരു ക്ലിയർ പിക്ചർ കിട്ടാനായിട്ട് ഈ വീഡിയോ ഉപകരിക്കും, അത്രയേ ഉള്ളൂ. ആദ്യം പോലെ നമ്മൾ പറയുന്നതാണ്, നാട്ടിൽ അത്യാവശ്യം സെറ്റപ്പൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കാൻ സാഹചര്യമുള്ള ഒരാൾ ഒരിടത്തും പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. പ്രശ്നങ്ങളുള്ളവർ, പ്രതിസന്ധികളുള്ളവർ അല്ലെങ്കിൽ അത്ര നല്ല അവസരങ്ങൾ പുറത്ത് കിട്ടുന്നവർ മാത്രമാണ് പുറത്ത് പോകേണ്ടത്. നാട്ടിൽ നിൽക്കാൻ അവസ്ഥ ഉണ്ടായിട്ടും പുറത്ത് പോകുന്നവരോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കയ്യിൽ പണം ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാൻ ഇത്രയും നല്ല അല്ലെങ്കിൽ അവനവൻ്റെ നാട് പോലെ മറ്റൊരു സ്ഥലം ഉണ്ടാകില്ല. അത് മലയാളിയുടെ കാര്യം മാത്രമല്ല, അത്യാവശ്യം പുരോഗമനമൊക്കെയുള്ള ഏത് നാട്ടിലും അങ്ങനെയാണ്. പണം ഉണ്ടെങ്കിൽ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. അല്ലാതെ നാട്ടുകാരെ കാണിക്കാനോ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടോ ഒന്നും നമ്മൾ പുറത്ത് പോകരുത്. വീഡിയോ കണ്ട് ഇവിടം വരെ ആയപ്പോൾ പലർക്കും ഒരു സംശയം തോന്നുന്നുണ്ടാകും. യൂറോപ്പിലെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് എണ്ണമില്ലാത്ത വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ഗൾഫിനേക്കാളും നല്ല ഓപ്ഷനാണ് യൂറോപ്പെങ്കിലും ചില കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ. അവിടെ ഒരു പ്രശ്നമുള്ളൂ, അവിടെ ഒരു സ്വർഗമാണ്, അവിടെ അങ്ങ് ചെന്നാൽ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ ആരും ഇരിക്കരുത്.
അവിടുത്തെയും പ്രശ്നങ്ങൾ എന്താണ്? ഇപ്പോൾ നമ്മൾ ഗൾഫിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ യൂറോപ്പിലും ചില പ്രശ്നങ്ങളുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ ജീവിച്ചു തുടങ്ങുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ഇത്തരം കാര്യങ്ങൾ കേട്ടാൽ എന്താണ് ഗുണം? നിങ്ങളുടെ ജീവിതം തന്നെ ഏറ്റവും സുഖകരമായിട്ട് അല്ലെങ്കിൽ പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ മാത്രമായിരിക്കും, പറയുന്നതിൽ പോയിന്റ് ഉണ്ടോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. വീണ്ടും നമുക്കൊരു അന്യ സംസ്ഥാന തൊഴിലാളിയുടെ കാര്യത്തിലേക്ക് വരാം. ഒരാളിവിടെ കേരളത്തിൽ വന്ന് 1000 രൂപയ്ക്ക് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഇവിടെ പല ലിമിറ്റേഷനിലും ജീവിക്കുമ്പോൾ അയാൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സേവിങ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ തന്നെ അങ്ങ് സെറ്റിൽഡ് ആയാലോ? അവർ കേരളത്തിലെ ഏറ്റവും സാമ്പത്തികമായിട്ട് താഴെ നിൽക്കുന്ന ആളുകളുടെ അവസ്ഥയിലാണ് ഇവിടെ ജീവിച്ചു തുടങ്ങുക. കാരണം അവർക്ക് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങണം, വീട് വാങ്ങണം, പല കാര്യങ്ങളുമുണ്ട്. അല്ലെങ്കിൽ അവർക്കൊരു 10-30,000 രൂപ മാസം ഉണ്ടാക്കിയാൽ അത് വലിയ തുകയാണ്. പക്ഷേ ഈ പറയുന്ന ആവശ്യങ്ങളുടെ സാഹചര്യത്തിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇതൊന്നുമല്ല. നമ്മൾ കേരളീയർ ഒന്നുമില്ല, ഞങ്ങൾ പാവപ്പെട്ടവരാണെന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് ഇത്രയെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ, ഒരു ചെറിയ വീടെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വില വേറെ ഒന്ന് തന്നെയാണ്. അത് നമ്മൾ പാരമ്പര്യമായി ആർജിച്ചതാണ്, നിസ്സാര കാര്യമല്ലത്. ആ ശക്തമായ തൂണിന്മേലാണ് നമ്മളിവിടെ സ്ഥിരതയോടെ നിൽക്കുന്നത്. കുറച്ച് നാൾ നമുക്ക് ജോലി നഷ്ടപ്പെട്ടാലും കടബാധ്യതകൾ വന്നാലും ഒക്കെ നമ്മളിവിടെ പിടിച്ചു നിൽക്കുന്നതും കൂസലില്ലാതെ കുലുങ്ങാതെ നിൽക്കുന്നതും ഒക്കെ ഈ ബാക്ക്ഗ്രൗണ്ടിലാണ്. അതില്ലാതെയാണ് മറ്റൊരു അന്യ സംസ്ഥാന തൊഴിലാളി ഇവിടെ വന്ന് 0-ൽ നിന്ന് തുടങ്ങുന്നത്. ഇതേ കാര്യമാണ് യൂറോപ്പിലും സംഭവിക്കുന്നത്. നിങ്ങളവിടെ സാധാരണമായൊരു ജോലി ചെയ്താലും നിങ്ങൾക്ക് ജീവിച്ചു പോകാം. എങ്ങനെയാണ് എന്ന് ഓർക്കുക. നേരെ മറിച്ച് നിങ്ങൾക്ക് അവിടെ അത്യാവശ്യം സാലറി ഉള്ള ഒരു ജോലിയാണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു നേഴ്സിന്റെ കാര്യം തന്നെ എടുക്കുക. ഏറ്റവും കുറഞ്ഞ വരുമാനമുള്ള ഒരു ജോലിയല്ലത്, എന്നാൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു ജോലിയാണതെന്നും പറയാൻ പറ്റില്ല. ഏകദേശം ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഒരു പാരാമെഡിക്കൽ പ്രൊഫഷനിലാണ് അവിടെ ഉള്ളതെങ്കിൽ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകാം. എന്നിരുന്നാലും അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? നേഴ്സുമാരുടെ ഒരു ഉദാഹരണത്തിന് പറയുന്നതാണ്, ഇതുപോലെ തന്നെയാണ് ബാക്കിയെല്ലാം. ഇവിടെ ഒരു നേഴ്സിന് ജോലി ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഗവൺമെന്റ് നേഴ്സായിട്ട് നാട്ടിൽ ജോലി ചെയ്താലും സാമ്പത്തികമായിട്ട് വലിയ ഗുണമൊന്നുമില്ല. പ്രൈവറ്റ് ആയിട്ടുള്ളത് പറയാതിരിക്കുന്നതാണ് ഭേദം. മാസം 25,000-ഓ 30,000-ഓ 35,000-ഓ ഒക്കെ കിട്ടിയാൽ പോലും അത് ഇവിടുത്തെ സാധാരണ അല്ലെങ്കിൽ ഈ പറയുന്ന സാധാരണ ജോലികൾ ചെയ്താൽ ഒരാൾ മാസം എത്ര ഉണ്ടാക്കുമോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ യൂറോപ്പിലേക്ക് പോയാലോ അല്ലെങ്കിൽ ജർമ്മനിയിലോ UK ഒക്കെ പോയാൽ നമ്മൾ ഇന്ത്യൻ രൂപയിൽ കേൾക്കുമ്പോൾ 2.5 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം, ചിലയിടത്ത് 4 ലക്ഷം, അല്ലെങ്കിൽ കാനഡയിലൊക്കെ ആണെങ്കിലാണ് ഏറ്റവും അധികം കാശ് കിട്ടുക. പക്ഷെ അവിടുത്തെ ചിലവുകളും വെച്ച് നോക്കണം. അവിടുത്തെ ഒരു പർച്ചേസ് പവർ പാരിറ്റി വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 2 ലക്ഷം രൂപ അവിടെ ഒരു മാസം കിട്ടിയാൽ വാടക തന്നെ പോകുന്നത് ഒരു 1000 പൗണ്ട് അല്ലെങ്കിൽ ഒരു 1 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ചിലവുകൾ അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതായത് നാട്ടിൽ നിങ്ങൾക്ക് 25,000 രൂപ കിട്ടുന്നതും അവിടെ നിങ്ങൾക്ക് 2.5 ലക്ഷം രൂപ കിട്ടുന്നതും ഒരുപോലെയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത്? കുഴപ്പമില്ലാതെ ജീവിക്കാമെന്നേ ഉള്ളൂ. പക്ഷേ നല്ല ജോലി കിട്ടി പോകുന്നവർ പോലും ഇതൊക്കെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇത് ഈ വീഡിയോയിലൂടെ പറയുമ്പോൾ ആളുകൾക്ക് വലിയ വിലയൊന്നും കാണില്ല. പക്ഷെ അവിടെ പോയി അനുഭവം കൊണ്ട് വർഷങ്ങൾ കൊണ്ട് പഠിക്കുമ്പോൾ നിങ്ങളൊരു കുഴിയിലായിട്ടുണ്ടാകും. അവിടെ നിന്ന് കയറി പോരുക അസാധ്യമാണ്. നിങ്ങളുടെ ജീവിതം തന്നെ അതിന് വിലയായിട്ട് കൊടുക്കേണ്ടി വരും. കാരണം അവിടെ ചെന്നിട്ട് മാസം ഇത്ര സാലറി ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എന്താണ് ചെയ്യുക? റെന്റ് കൊടുക്കുന്നത് വലിയ നഷ്ടമായതുകൊണ്ട് ഒരു വീട് ലോണിൽ അങ്ങ് വെക്കും. കാറ് വാങ്ങുന്നത് വലിയ പ്രശ്നമില്ല, കാരണം ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെ നിസ്സാരമായ വിലയ്ക്ക് കിട്ടുന്ന ഒന്ന്. ഇവിടുത്തേതുപോലെ പകുതി ടാക്സ് ഒന്നുമല്ല. ഇവിടെ നമ്മളൊരു കാറ് വാങ്ങിയാൽ അതിൻ്റെ പകുതിയോളം ടാക്സ് ആണ് പോകുന്നത്. പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല. നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. 10 ലക്ഷം രൂപയ്ക്ക് നിങ്ങളൊരു കാറ് വാങ്ങിയാൽ 5 ലക്ഷവും ടാക്സ് ആണ് ഇന്ത്യയിൽ. നിസ്സാര ടാക്സ് അല്ല ഇവിടെ ഉള്ളത്. നേരെ മറിച്ച് യൂറോപ്പിലും അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലും ഒക്കെ ഇത് വളരെ കുറവാണ്. UK-യിലും കാനഡയിലും അമേരിക്കയിലും ഒന്നും ഇതിന് വലിയ ടാക്സ് ഒന്നുമില്ല, നിസ്സാര വിലയ്ക്ക്. അതുകൊണ്ടാണ് അവിടെ എല്ലാവരും ലക്ഷറി വാഹനങ്ങൾ മാത്രം ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു ആഡംബര കാർ വാങ്ങുന്ന പാടൊന്നുമില്ല അവിടെ. പക്ഷെ വീട് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കളി മാറും. ഇവിടത്തേക്കാളും കഷ്ടമാണ്. അപ്പോൾ ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നിങ്ങൾ പോകുന്നെങ്കിൽ യൂറോപ്പിൽ പോവുക. യൂറോപ്പ് എന്നൊരു സിമ്പലിന് പറയുന്നതാണ്. കൂടുതൽ പേരും യൂറോപ്പിലേക്ക് പോകുന്നതുകൊണ്ടാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇന്ത്യക്കാർ വേറെ ഏത് രാജ്യത്താണ് ഉള്ളതെന്ന് നോക്കിയാൽ അത് അമേരിക്കയാണ്. എന്നിരുന്നാലും മലയാളികളുടെ കാര്യത്തിൽ മാത്രം എടുക്കുകയാണെങ്കിൽ വ്യത്യാസമുണ്ട്. ഒരിക്കലും നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ പുറത്ത് പോയി വീട് വെച്ച് പെട്ടിരിക്കുന്ന മലയാളികൾ എന്ന് പറയുന്നത് പോലെ അവിടെ ചെന്ന് എടുത്താൽ പൊങ്ങാത്തൊരു ലോൺ എടുക്കും. പിന്നെ ഈ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ഉള്ള പെടാപ്പാടാണ്. ഭക്ഷണം പോലും മിച്ചം പിടിച്ചുകൊണ്ടാണ് പലരും ഇത് അടച്ചു തീർക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ യൂറോപ്പിലൊക്കെ യുക്രൈൻ്റെ ഒക്കെ സാഹചര്യത്തിൽ ലോണുകളും അല്ലെങ്കിൽ അതിൻ്റെ പലിശയൊക്കെ ഒരുപാട് കൂടി. അവിടുത്തുകാർ പോലും, അതായത് ഓൾറെഡി പാരമ്പര്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ ഉള്ളവർ പോലും, അവിടെ ഉള്ളവർ പോലും കഷ്ടപ്പെടുമ്പോൾ മലയാളികളുടെ കാര്യം പറയേണ്ട കാര്യമില്ല. നേരെ മറിച്ച് നിങ്ങൾ നാട് വിട്ടു, അത് ആദ്യം മനസ്സിലാക്കുക. ഇനി ഇവിടെയുള്ള നാട്ടുകാരെ നിങ്ങൾ പരിഗണിക്കേണ്ട കാര്യമില്ല.
നിങ്ങൾക്ക് അവിടെ നിങ്ങൾ സ്വതന്ത്രരായി പറന്നു പോയ പക്ഷികളെ പോലെയാണ്. ഇനി ഇവിടെയുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക. ഇത് അവിടെയും ഏറ്റവും കൂടുതൽ മലയാളികൾ ഉള്ളിടത്തായിരിക്കും നിങ്ങൾ ചെല്ലുന്നത്. എന്നിട്ട് മറ്റുള്ളവരെ അല്ലെങ്കിൽ അപ്പുറയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ 4 കോടിയുടെ ലോണാണ് എടുത്തത്, ഞാൻ 6 കോടിയുടെ എടുക്കും. ഇപ്പോൾ ചിലരൊക്കെ ഈ പറയുന്ന പോലെ പല സ്ഥലത്തും പോയിട്ട് എത്ര കോടിയുടെ വീടാണ് വെച്ചിരിക്കുന്നത്, അതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളൊരു ചോദ്യം. 6 കോടിയുടെ 8 കോടിയുടെ എന്നൊക്കെ പറയുമ്പോൾ ഈ കോടികൾ കൂടുമ്പോൾ സഹതപിക്കുക. കാരണം അവരുടെ ജീവിതം തീർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് റെഡി ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടല്ല ഇവർ പണിയുന്നത്. ഒരാളും അങ്ങനെയല്ല പണിയുന്നത്, പണിയാൻ സാധിക്കില്ല. അവരുടെ ജീവിതം അതിന് വിലയായിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് നിങ്ങൾ യൂറോപ്പിൽ ജീവിക്കുന്നതെങ്കിൽ പിന്നെ എന്താണ് വ്യത്യാസം? നിങ്ങൾക്ക് നാട്ടിൽ പട്ടിണി കിടക്കുന്നതായിരുന്നില്ല ഇതിലും ഭേദം എന്നുള്ളൊരു ചോദ്യമാണ്. ഈ പറയുന്നതൊക്കെ ആയിരക്കണക്കിന് ആളുകളുടെ അനുഭവങ്ങൾ തന്നെയാണ്. ഈ കേൾക്കുന്നവർക്ക് തന്നെ അനുഭവം ഉണ്ടായിരിക്കും. സത്യസന്ധമായിട്ട് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഒരുപക്ഷെ നിങ്ങൾ കഷ്ടപ്പെട്ടതുപോലെ മറ്റൊരാൾ കഷ്ടപ്പെടാതിരിക്കാൻ അതൊരു കാരണമാകും. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ ചെല്ലുന്നു. അവനവൻ്റെ വരവറിഞ്ഞ് ചെലവ് ചെയ്യുക. അവനവന് താങ്ങാൻ കഴിയുന്ന ലോണുകൾ എടുക്കുക. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ കോപ്രായങ്ങൾ, നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ആ ഒരു സ്വഭാവം അവിടെ ഉപേക്ഷിക്കുക. അതൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് വിമാനം കയറി പോവുക. എന്നിട്ട് അവിടെ ചെന്ന് അവനവൻ്റെ വരവിനനുസരിച്ച് അത്യാവശ്യം ലാവിഷൊക്കെ ആയിട്ട് ജീവിക്കുക. പറ്റുന്നത് പോലെയുള്ള ഒരു ലോൺ എടുത്തിട്ട് ഒരു വീട് വയ്ക്കുക. പറ്റുന്നത് പോലെ ഒരു വാഹനം വാങ്ങുക. സുഖസുന്ദരമായി ജീവിക്കുക. ആ രാജ്യത്തിന് ഗുണവും ദോഷവും ഉണ്ടാകും. നമ്മുടെ നാട്ടിലും അതുണ്ട്. ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ സമാധാനമായിട്ട് ജീവിക്കും. ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയമാണ്. ആ സമയത്തിനുള്ളിൽ നമുക്ക് ആരോഗ്യവും സമാധാനവും വേണം. നമ്മൾ സ്നേഹിക്കുന്നവർ ഒപ്പം ഉണ്ടായിരിക്കണം. നമുക്ക് കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കണം. ഗൾഫിലേക്ക് പോകുന്നവരുടെ പ്രധാന ഒരു പ്രശ്നം എന്താണ്? ജീവിതകാലം മുഴുവൻ അവർ പിഴിഞ്ഞ് പണിയെടുപ്പിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ഹെൽത്ത് പ്രശ്നങ്ങൾ. ഇപ്പം നേഴ്സുമാരുടെ ഒരു കമ്പാരിസൺ പറയാറുണ്ട്. ഗൾഫിലുള്ളവർ നന്നായിട്ട് സേവ് ചെയ്യുന്നുണ്ട്, നേരെ മറിച്ച് യൂറോപ്പിലുള്ള നേഴ്സുമാർക്ക് പറയുമ്പോൾ ഉണ്ട്, പക്ഷെ ഒന്നുമില്ല, മിച്ചം പിടിക്കാൻ ഒന്നുമില്ല. അവിടെ തന്നെ വേറൊരു കാര്യമുള്ളത്, യൂറോപ്പിലുള്ള നേഴ്സുമാർക്ക് പിന്നെയും ആരോഗ്യമെങ്കിലും ഉണ്ടാകും. ഇത്ര കഷ്ടപ്പെട്ടവർ പണിയെടുക്കാറില്ല. നേരെ മറിച്ച് ദുബായ് തുടങ്ങി എല്ലായിടത്തും കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഇവർ ഓവർ ടൈമും ഒക്കെ എടുത്ത് പണിയെടുക്കുന്നു. അവസാനം ഹെൽത്ത് ഉണ്ടാകില്ല. അങ്ങനെ ഒരു കാര്യം. അപ്പോൾ വീഡിയോയുടെ ചുരുക്കത്തിൽ ഇതാണ്: നാട്ടിൽ നിൽക്കാൻ സാഹചര്യമുള്ളവർ നാട്ടിൽ തന്നെ നിൽക്കുക. പണമുണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. നേരെ മറിച്ച് പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അത്ര നല്ല അവസരം പുറത്ത് കിട്ടിയാൽ മാത്രം പുറത്ത് പോവുക. ഒരു 20 വയസ്സിന് ശേഷമൊക്കെ നാട് വിട്ടാൽ അതൊരു ക്ഷീണം തന്നെയാണ്. കാരണം അത്രയും നാൾ നമ്മൾ ഇവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം പിന്നെ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോയിട്ട് ഒന്നേന്ന് തുടങ്ങുകയാണ്. പല കാര്യങ്ങളും പഠിക്കാൻ തുടങ്ങുകയാണ്. അതൊക്കെ ഒരു നഷ്ടമാണ്. എങ്കിലും പോകുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാകും. വലിയ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒരാളെയെങ്കിലും അയാളൊരു പക്ഷേ എടുക്കാൻ പോകുമായിരുന്ന തെറ്റായ ഒരു തീരുമാനത്തിൽ നിന്ന് അയാളെ രക്ഷിക്കുമെന്ന് ഉറപ്പുണ്ട്. വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് അത്യാവശ്യങ്ങൾക്കോ ആവശ്യങ്ങൾക്കോ അല്ല, മറിച്ച് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളൊക്കെ പണം ചിലവഴിച്ച് കളയുന്നത്. വെറും 820 രൂപയൊക്കെ മാസം പ്രീമിയം അടച്ചാൽ 2 കോടിയുടെ വരെ കവറേജ് ലഭിക്കുന്ന NRI ടേം ഇൻഷുറൻസ് പ്ലാനുകൾ 23% വരെ ഡിസ്കൗണ്ടിൽ ഓൺലൈനായി ഇന്ന് ലഭ്യമാണ് എന്നുള്ളതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ചെക്ക് ചെയ്ത് വളരെ മികച്ച ഒരു NRI ടേം ഇൻഷുറൻസ് പ്ലാൻ ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും, നിർദ്ദേശങ്ങളും, സംശയങ്ങളും, വിമർശനങ്ങളും അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.